ആരാധനയ്ക്കായി കൂടി വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് പകൽ ഒരു കർത്തൃപകൽ കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരമൊരുക്കിയല്ലോ. ദൈവസന്നിധാനത്തെങ്കിൽ നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിലുള്ള സന്തോഷമുണ്ട്. അതൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്നത് ഓർത്ത് സ്തോത്രം. തുടർന്നും ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇന്ന് പകൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശിഷ്യാതിഥികളായി നമ്മുടെ നടുവിലുള്ള ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വർഷവും IPC കോട്ടയം തിയോളജിക്കൽ സെമിനാരി ഒരു ഞായറാഴ്ച, ചില ഞായറാഴ്ചകൾ സെമിനാരി സൺഡേ ആയിട്ട് വേർതിരിക്കുക പതിവാണ്. ഇന്ന് അങ്ങനെ ഒരു സൺഡേ ആയിട്ട് കോട്ടയം തിയോളജിക്കൽ സെമിനാരി വേർതിരിച്ചിരിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹീതനായ ഒരു അധ്യാപകനും ഒരു വേദവിദ്യാർത്ഥിയും നമ്മോടൊപ്പം ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ റവറൻ ഷിനു ജോൺസൺ, കർത്താവിൻ്റെ ദാസൻ ചില വർഷങ്ങളായി തന്നെ കോട്ടയം സെമിനാരിയുമായുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം ഭോപ്പാലിലെ സെമിനാരിയിലായിരുന്നു. ആ കാലയളവ് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് പരിചയപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. സെമിനാരിയെ പ്രതിനിധീകരിച്ച് ഇന്ന് പകൽ താനാണ് ഇവിടെ വരുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്ന് പകൽ നമ്മോടൊപ്പം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിനു ജോൺസൺ ഉള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം കടന്നു വന്നിരിക്കുന്ന സഹോദരനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ സെമിനാരിയെക്കുറിച്ച് കേൾക്കുവാൻ, നമുക്ക് സെമിനാരിയെക്കുറിച്ച് കൂടുതൽ അറിയാം. എങ്കിലും കർത്താവിൻ്റെ ദാസന്മാർ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം അവർ നമ്മെ വ്യക്തമാക്കും. അപ്പോൾ തന്നെ അവർക്ക് ദൈവം നൽകിയ നിയോഗങ്ങൾക്കനുസരിച്ച് വചനത്തിൽ നിന്ന് സംസാരിക്കുവാനും, വചനം പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണല്ലോ, സംസാരിക്കുവാനും കർത്താവിൻ്റെ ദാസൻ സമയമെടുക്കും. അതുപോലെ അതിഥികളായി സംബന്ധിക്കുന്ന മറ്റ് ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മെൽവിൻ ബിനു ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു. പ്രിയ മെൽവിൻ ബിനുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നേരത്തെ ഇവിടെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് പ്രിയ മെൽവിൻ ബിനു ചില നാളുകൾ ഇവിടെ വചനം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാനഡയിലാണ്. മെൽവിൻ ബിനുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതിൽ പ്രത്യേകം സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റ് അതിഥികളായുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ റോണിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റാരെങ്കിലും അതിഥികളായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷി സമയത്ത് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുവാനായി സമയമെടുക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ചില ചിന്തകൾ വേഗത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച നാം ചിന്തിച്ചത് യേശുവിൻ്റെ നാമം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്നുള്ളതായിരുന്നു. യേശുനാമത്തെക്കുറിച്ച്, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. യേശുവിൻ്റെ നാമം രക്ഷണ്യനാമമാണ്. രക്ഷ നൽകുന്ന ഏകനാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമം മാത്രമാണ്. യേശുവിൻ്റെ നാമം ദൈവനാമം, സാന്നിധ്യം അരുളുന്ന നാമമാണ്. നാം ചിന്തിച്ചു, നാം പ്രാർത്ഥിച്ചു. മോശ പ്രാർത്ഥിച്ചതുപോലെ നാം എല്ലാവരും പ്രാർത്ഥിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം പോകാത്തിടത്ത് എന്നെ എന്ത് ചെയ്യരുത്? അയക്കരുത്. അങ്ങയുടെ സാന്നിധ്യം പോകുന്നിടത്ത് മാത്രമേ എന്നെ അയക്കാവൂ. അടുത്തതായി നാം ചിന്തിച്ചു, ഈ നാമത്തിൽ സകലർക്കും പ്രത്യാശ വയ്ക്കാം, ജാതികൾക്കും ഈ നാമത്തിൽ പ്രത്യാശ വയ്ക്കാം. കാരണം ചതഞ്ഞ ഓട അവൻ ഒടിക്കുന്നില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയുന്നില്ല. കർത്താവിന് സ്തോത്രം. ഏറ്റവും ഒടുവിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപേക്ഷ കേൾക്കുന്ന നാമമാണ് യേശു കർത്താവിൻ്റെ നാമം. എന്നാൽ അപേക്ഷ കേൾക്കുമ്പോൾ തന്നെ ദൈവഹിതപ്രകാരമുള്ള ദൈവനാമത്തിന് മഹത്വം നൽകുന്ന പ്രാർത്ഥനകൾക്കും മറുപടികൾക്കും മാത്രമേ ദൈവം പ്രാമുഖ്യം നൽകുകയുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. ഇന്ന് പകൽ ഈ വായിച്ച സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട് ആരംഭത്തിൽ തന്നെ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച്, ദൈവനാമത്തെക്കുറിച്ച് ഒരു ചിന്ത വേഗത്തിൽ ഓർപ്പിച്ച് മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചാട്ട്. 29-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ ഉടനെ, നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്താണ്? പണം കൊടുക്കുന്ന കാര്യമാണ്. പക്ഷെ പണം കൊടുക്കുന്നത് മാത്രമല്ല കൊടുക്കേണ്ടുന്നത്. പണം മാത്രമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് എന്താണ് ആവശ്യം? യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. ഇന്ന് പകൽ ഈ ആരാധനയിൽ നാം വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത്
ഞാൻ ദൈവത്തിന് എന്താണ് കൊടുക്കേണ്ടുന്നത്? മഹത്വം കൊടുക്കണം, ശക്തി കൊടുക്കണം, ബലം കൊടുക്കണം. ഞാൻ ദൈവത്തിന് എന്തൊക്കെ കൊടുക്കാമോ അതൊക്കെ ഇന്ന് പകൽ ഈ ആരാധനയിൽ ദൈവത്തിന് കൊടുക്കുവാൻ ദൈവമേ അങ്ങനെ ബലപ്പെടുത്തുമാറാകണമേ. നാം എല്ലാവരും മഹത്വവും ശക്തിയും ഒക്കെ കൊടുക്കുന്നവരാ. പക്ഷെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ. മറ്റു ചില പരിഭാഷകളിൽ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. ഈ നാമം ഒരു സാധാരണ നാമമല്ല. നമ്മേക്കാൾ അല്പം കൂടെ ഉയർന്നവരെ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും നമുക്കൊരു മാന്യത ലഭ്യമായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നാം പുകഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉച്ചരിക്കുന്ന വാക്കുകൾ എത്രയോ ഗംഭീരമേറിയ വാക്കുകളാണ്. അങ്ങനെങ്കിൽ നമ്മെ രക്ഷിച്ച കർത്താവിനെ നാം എപ്രകാരം മഹത്വം കരേറ്റണം? അവന്റെ നാമത്തിന് തക്ക മഹത്വം കരേറ്റണം. ഇന്ന് പകൽ എല്ലാ ആദരങ്ങളും ചലിപ്പിച്ച് അല്പസമയം ഈ നാമത്തിനൊന്ന് മഹത്വം കരേറ്റിയാട്ട്, കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്താതിരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. എന്തുകൊണ്ട് കഴിയത്തില്ല? അങ്ങാണ് എന്നെ വിടുവിച്ചത്. ഞാനായിരുന്ന പാപ ചേറ്റുകുഴിയിൽ നിന്ന് അങ്ങെനിക്ക് മോചനം നൽകിയെങ്കിൽ ഹല്ലേലൂയ. ഈ നാമം എത്ര ഉയർന്ന നാമമാണോ അതിനൊത്തവണ്ണമുള്ള മഹത്വം കരേറ്റുവാൻ അങ്ങേക്ക് കൃപ ചെയ്യുമാറാകണമേ. ദൈവമക്കളെ, ഈ നാമം ആരാധ്യ നാമമാണ്. ആരാധനയ്ക്ക് യോഗ്യമായി ഈ ഭൂമിയിൽ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു കർത്താവിന്റെ നാമം മാത്രമാണ്. ഇവിടെ ഉള്ള ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യനല്ല. ഇവിടെ ആരുടെ മുൻപിൽ ഞാനും നിങ്ങളും വണങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ ആരുടെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനുമല്ല എന്നെ നിങ്ങളെ ഉയർത്തുന്നത്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവമാണ് നമ്മെ കൈപിടിച്ചുയർത്തുന്നതെങ്കിൽ ഇന്ന് മുതൽ ഈ ആരാധനയിൽ ആത്മനിറവിൽ ഞാൻ ദൈവസഭയോട് പറയട്ടെ, ഈ നാമം ആരാധ്യ നാമമാണ്. ഞായറാഴ്ച ദൈവമക്കൾ, ഞായറാഴ്ച എന്നല്ല, ഏതൊരു സഭായോഗത്തിന് വന്നാലും, സഭായോഗം എന്ന് പറഞ്ഞാലും ഞായറാഴ്ച എന്നുള്ള ചിന്തയാ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കൂടി വരുന്ന യോഗങ്ങളൊക്കെ സഭായോഗങ്ങളാണ്. ഏതൊരു സഭായോഗത്തിന് വന്നാലും ദൈവമക്കൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങണം. കർത്താവ് ഇന്ന് പകൽ മടി കൂടാതെ ആരാധനയ്ക്ക് ഇരുന്നു കൊണ്ട് അങ്ങേ സ്തുതിക്കുവാനുള്ള കൃപ അങ്ങേക്ക് നൽകുമാറാകണമേ. കർത്താവിന് സ്തോത്രം. അവിടെയും ഇവിടെയും ഇരിക്കുന്നത് പോലെ ഇവിടെ വന്നിരുന്നിട്ട് പോകുവാൻ എനിക്കിട വരരുത്. ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ നാമത്തിന് തക്ക മഹത്വം കരേറ്റിക്കൊണ്ട് ആ നാമത്തിന് തക്ക സ്തോത്ര സ്തുതി യാഗങ്ങൾ കരേറ്റിക്കൊണ്ട് ദൈവസന്നിധാനത്തെങ്കിൽ ഇരിക്കുവാൻ അങ്ങനെ ശക്തീകരിക്കുമാറാകണമേ. അല്പസമയം ആത്മാവിൽ എല്ലാവരും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. വെറുതെ അല്ല നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, വെറുതെ അല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഈ നാമം ആരാധനയ്ക്ക് യോഗ്യമായ നാമമാണ്. ആരാധനയ്ക്ക് യോഗ്യമായ നാമം യേശുവിന്റെ നാമം. ദൈവമക്കൾ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ മാത്രമല്ല ആരാധിക്കേണ്ടത്, മഹത്വപ്പെടുത്തേണ്ടത്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കേവലം ഒരു പ്രാർത്ഥനയായി മാത്രം നിങ്ങളുടെ പ്രാർത്ഥനകൾ പര്യവസാനിക്കാതെ അല്പസമയം ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കണം. ആ ആരാധന, ആ പ്രാർത്ഥന വലിയൊരു വിടുതലായിരിക്കും. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചില സാധാരണ പ്രാർത്ഥനകളുണ്ട്, വെറുതെ പ്രാർത്ഥിച്ചു പോകുന്ന പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളിൽ അല്പം പോലും പലപ്പോഴും ചൈതന്യം അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയാതെ എഴുന്നേറ്റു പോയിട്ടുണ്ട്. എന്നാൽ അല്പസമയം ആത്മാവിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് സ്തുതി സ്തോത്ര യാഗങ്ങൾ കരേറ്റിക്കൊണ്ട് പ്രാർത്ഥന വിട്ട് എഴുന്നേൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം, എന്തെന്നില്ലാത്ത ഒരു ശക്തി ഉള്ളിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയുന്നത്. പെന്തക്കോസ്തുകാർക്ക് ഇന്ന് അന്യഭാഷ പറയാൻ നാണമാണ്. ആത്മനിറവിലുള്ള ആരാധന ദൈവസഭകളിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, എവിടെ ഒരു ദൈവ പൈതൽ നിന്നാലും അവൻ ആത്മാവിൽ നിൽക്കണം, ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് നിൽക്കണം, അവന്റെ നാമം ഉയർത്തണം. അവിടെയാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, എന്താണ് യഥാർത്ഥ ദൈവിക അനുഗ്രഹം
എന്താണ് യഥാർത്ഥ ദൈവിക യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇതാ യഥാർത്ഥ അനുഗ്രഹം. അല്ലാതെ നിങ്ങൾ ഇന്ന് പകൽ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി സ്തോത്രം പറയുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല യഥാർത്ഥ അനുഗ്രഹം. അതൊക്കെ ഭൗതിക നന്മകളാണ്. നന്മ വേറെ, അനുഗ്രഹം വേറെ. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നന്മ അനുഭവിക്കുമ്പോൾ തന്നെ അനുഗ്രഹവും അനുഭവിക്കുന്നവരായിരിക്കണം. ശക്തിയാകുന്ന, സമാധാനമാകുന്ന അനുഗ്രഹം അതനുഭവിക്കുന്ന ദൈവമക്കൾ പണം അല്പം കുറഞ്ഞാലും നിരാശപ്പെടുകയില്ല. അല്പം വേദനകൾ ജീവിതത്തിൽ വന്നാലും അവർ വ്യാകുലപ്പെടുകയില്ല. കാരണം അവർക്കൊന്നറിയാം, ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ദിവ്യ സമാധാനമുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി എന്നെ നിലനിർത്തും. ഹല്ലേലൂയ. ഇതുമായി ബന്ധപ്പെട്ടൊരു വാക്യം കൂടെ വായിച്ചാൽ അടുത്ത ചിന്തയിലേക്ക് പോകാം. ഫിലിപ്പിയർ 2:10 വായിച്ചാട്ടെ. ഫിലിപ്പിയർ 2:10. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും സകല മുഴങ്കാലുകളും മടങ്ങുന്ന എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും ഏറ്റുപറയേണ്ടി വരുന്ന ഒരു നാമമാണ് യേശു കർത്താവിന്റെ നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമമാണ് യേശു കർത്താവിന്റെ നാമം. അങ്ങനെങ്കിൽ ഈ നാമം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച ചിന്തകളോടുകൂടെ നമുക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പറയാം, ഈ നാമം ആരാധ്യ നാമമാണ്. ഈ നാമത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. മറ്റൊരു നാമത്തിൻ്റെയും പുറകെ ദൈവമക്കൾ പോകരുത്. ആരോ പറയുന്നു, പാസ്റ്റർ എന്താണ് ഈ പറയുന്നത്? പെന്തക്കോസ്തുകാരായ ഞങ്ങൾ മറ്റേതെങ്കിലും നാമങ്ങളുടെ പുറകെ പോകുമെന്നാണോ ഈ പറയുന്നത്? ദൈവമക്കളെ, കേട്ടിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് വിസ്മരിക്കാതെയാണ് ഞാൻ ഇത് ഓർപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു വിഷയത്തിന് വിടുതൽ ഉണ്ടാകാതെ വന്നപ്പോൾ ഒരു പെന്തക്കോസ്ത് സഭയിലെ കുടുംബം മറ്റിതര നാമങ്ങളെ ആശ്രയിച്ചു പോയ ചരിത്രങ്ങൾ പലത് കേട്ടിട്ടുണ്ട്. ഒന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. അതുകൊണ്ട് ദൈവമക്കൾ എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും, ഇനി എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിലും, ശാന്ത്രക് മേശക് അബേദ്രഹോമിനെ പോലെ പറയുവാനിടയായി തീരട്ടെ, അവൻ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ നാമത്തെ അല്ലാതെ മറ്റൊരു നാമത്തെ നമസ്കരിക്കുന്ന പ്രശ്നമേ ജീവിതത്തിൽ ഉദിക്കുന്നില്ല. ആ തീരുമാനത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. യോഹന്നാൻ 14:13 വായിച്ചാട്ടെ. യോഹന്നാൻ 14:13. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിനാൽ ഞാൻ ചെയ്തു തരും. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ യോഹന്നാൻ 20:31 വായിക്കാം. യോഹന്നാൻ 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കും. അവന്റെ നാമത്തിൽ നമുക്ക് എന്തുണ്ടാകും? ജീവൻ ഉണ്ടാകും. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ നാമത്തിൽ വിശ്വസിച്ചാൽ എന്തുണ്ടാകും? ജീവൻ ഉണ്ടാകും. സ്തോത്രം. ജീവൻ എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ ജീവനില്ലാത്തവരാരും തന്നെ ഈ ആരാധനയിൽ ഇരിപ്പില്ല. എന്നാൽ ഒരു ആത്മജീവൻ നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയശോധന ചെയ്യേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അത് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ, കർത്താവേ, ആ ജീവൻ എന്നിലേക്കൊന്ന് മടക്കി തരണമേ. ജീവൻ നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, ശ്രദ്ധിക്കണേ, ജീവൻ നഷ്ടപ്പെട്ടാലുണ്ടല്ലോ നിങ്ങൾക്ക് പഴയതുപോലെ പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. സ്തോത്രം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയശോധന ചെയ്തോണം. ജീവൻ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പഴയതുപോലെ ആരാധിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. എല്ലാം നമുക്കൊരു ചടങ്ങായി തീരും. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും ബാക്കി പറഞ്ഞാട്ട് മരിച്ചവനാകുന്നു. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പീൻ. അതുകൊണ്ട് ജീവൻ നമ്മിൽ ഇന്ന് പകൽ വ്യാപരിക്കണം. ഒരു ദൂത് ദൈവാത്മാവ് എന്നോട് പറയുവാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഓർപ്പിച്ചത്, ഇന്ന് രാവിലെ വളരെ സന്ദർഭോചിതമായി അവിചാരിതമായി കുഞ്ഞുങ്ങൾക്കും ആ ഭാഗം ഞാൻ സൺഡേ ക്ലാസ് എടുത്തപ്പോൾ എടുത്തു. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചാൽ മതി, വായിക്കുവാൻ സമയമെടുക്കുന്നില്ല, ഞാൻ വായിക്കാൻ പറഞ്ഞാൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ സമൂഹത്തിന് വളരെ പ്രയോജനപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരി മരിച്ചു. ആരാ? ഓർമ്മയുണ്ടോ?
എന്തായിരുന്നു അവളുടെ പേര്? തബീത. അവളുടെ പേരിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? പേടമാൻ. അർത്ഥം പോലെ തന്നെ ഓടി നടന്നവളാ. ഓടി നടന്ന് സമൂഹത്തിൽ അവൾ പ്രയോജനപ്പെട്ടവളാ. പക്ഷെ അവൾ എന്ത് ചെയ്തു? മരിച്ചു. ഇനി 36-ാം വാക്യം വായിച്ചാട്ട്. 9:36. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ഇവൾ ശിഷ്യയായിരുന്നു. വളരെ സൽപ്രവർത്തികൾ, ധർമ്മങ്ങൾ, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. ഇനി 40-ാം വാക്യം. പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിന്റെ നേരെ തിരിഞ്ഞു. പത്രോസ് അവരെയൊക്കെ പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന് നേരെ തിരിഞ്ഞു. തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. തബീതയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. യെസ്, അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. സ്തോത്രം. ഇവൾ മരിച്ചുപോയി. പക്ഷെ പത്രോസ് ഇവളെ യേശുവിന്റെ, ചില പരിഭാഷകളിൽ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൾ എഴുന്നേറ്റു വന്നു. പാസ്റ്റർ, എന്താണ് ദൂത് ദൈവസഭയ്ക്ക് കൈമാറുവാൻ ദൈവാത്മാവ് നൽകിയതെന്ന് ചോദിച്ചാൽ ആ ദൂത് ഞാൻ ഒറ്റ വാക്കിൽ പറയാം. തബീത ദൈവസഭയ്ക്ക് പ്രയോജനപ്പെട്ടവളായിരുന്നു. സമൂഹത്തിന് പ്രയോജനപ്പെട്ടവളായിരുന്നു. അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇവൾ ഒരു തയ്യക്കാരത്തിയായിരുന്നു. ഇവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ തുന്നിയ വസ്ത്രങ്ങൾ എടുത്ത് പിടിച്ചുകൊണ്ടാ അവരൊക്കെ കരഞ്ഞത്. സോ ഷീ വാസ് സംബഡി ഹു വാസ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി. സമൂഹത്തിന് പ്രയോജനമുള്ള ഒരുവളായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ അവൾ മരിച്ചുപോയി. അവളെയാണ് പത്രോസ് ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, ദൈവസഭയ്ക്ക് പ്രയോജനമാകേണ്ട ചിലതിനെ ദുഷ്ടപിശാച് വകവരുത്തിയെങ്കിൽ ദൈവസഭ ആത്മനിറവിൽ പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട ചില ആത്മീക ജീവൻ ഇന്നലകളിൽ നീ എങ്ങനെ പ്രയോജനപ്പെട്ടു? ഇന്നലകളിൽ ദൈവസഭയ്ക്ക് നീ എങ്ങനെ അനുഗ്രഹമായിരുന്നുവോ? ഇന്നലകൾ ദൈവസഭയ്ക്ക് എങ്ങനെ ഒരു ഉത്തേജനമായി നിന്നുവോ? അതുപോലെ നിന്നെ മടക്കിക്കൊണ്ടുവരുവോ? മരിച്ച ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇത് ജീവൻ നൽകുന്ന നാമമാണ്. ആരെയും എഴുതിത്തള്ള. ഇനിയും പ്രാർത്ഥിച്ചാൽ മടങ്ങി വരികയില്ലെന്നാരും പറയരുത്. വിശ്വാസത്തോടെ പത്രോസിനെ പോലെ ആത്മാവിൽ നമുക്കൊന്ന് പറയാം, അവനിൽ നഷ്ടപ്പെട്ട ആത്മീക ജീവൻ, അവളിൽ നഷ്ടപ്പെട്ട ആത്മീക ജീവൻ ഇന്ന് പകൽ ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്, നഷ്ടപ്പെട്ട ചിലതിനെ ദൈവം മടക്കി വരുത്തും. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറകളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്നലകളിൽ ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ചിലതിന്റെ വായ ബന്ധിച്ച്, കരങ്ങളെ ബന്ധിച്ച് ഒരു ചുവട് പോലും ആത്മാവിൽ ചലിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, എൻ്റെ ഇന്നലകളിൽ ഞാൻ അനുഭവിച്ചിരുന്ന ഈ ആത്മീക അനുഭവങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുവാൻ അനുവദിക്കരുത്. അത് നഷ്ടപ്പെടുത്തുവാൻ എനിക്കിട വരരുത്. അത് നഷ്ടപ്പെടുത്തിയാൽ ഞാൻ ശേഷം മനുഷ്യനെ പോലെയായി പോകും. അതിനിട വരാതിരിക്കത്തക്കവണ്ണം ആത്മാവിൽ ചൈതന്യമുള്ളവനായി, ജീവൻ പ്രാപിച്ചവനായി എപ്പോഴും തുടിക്കുവാൻ, മുന്നേറുവാൻ അങ്ങേക്ക് കൃപ ചെയ്യുമാറാകണമേ. ഈ ആത്മാവിലുള്ള ആരാധനയിൽ ഒത്തിരി കൊതിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഓർക്കുന്നു, അഭിഷേകം പ്രാപിച്ച ആരംഭ നാളുകളൊക്കെ നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഴങ്കാലിൽ നിന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമായിരുന്നു.
പല പാൻറ്റുകളുടെ മുട്ട് കീറിയിട്ടുള്ളത് ഞാൻ ഇന്നും ഓർക്കുന്നു. കർത്താവിന് സ്തോത്രം. അതുപോലെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും അങ്ങനെ കഴിയുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ദുഃഖിച്ചു പോകാറുണ്ട്. എന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആത്മാവിൽ മണിക്കൂറുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ചിലപ്പോഴൊക്കെ, എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ സമയം വേർതിരിക്കാറുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ജീവൻ ദൈവാത്മാവ് ഇന്ന് പകൽ ദൈവസഭയിൽ വളരെ ശക്തമായി ഇടപെടുകയാണ്. ചില കുടുംബങ്ങളിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന്, ദൈവസഭയിൽ നിന്ന് നഷ്ടപ്പെട്ട ജീവൻ. ഇന്നലകളിൽ നീ പേടമാനെ പോലെ ഓടിയവള അടകാര സന്തരാജനാഥന, ഇന്നലകളിൽ പേടമാനെ പോലെ ദൈവനാമത്തിന് വേണ്ടി നിന്നവനാ, ഇന്നലകളിൽ ആത്മാവിൽ കുതിച്ചെഴുന്നേറ്റവനാ. എന്നാൽ ഇന്ന് ഒരു ചുവട് പോലും ആത്മാവിൽ വയ്ക്കുവാൻ കഴിയാതെ വല്ലവന്റെയും ജീവൻ ഉള്ളിൽ വ്യാപരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അവരുടെയും ഇവരുടെയും പുറകെ നടക്കുന്നവരല്ല കൃപ പ്രാപിച്ച ദൈവമക്കൾ. അവർക്കും ഇവർക്കും പുറകെ നടന്ന് ആത്മികത്തെ കെടുത്തിക്കളയരുത്. എന്റെ ഉള്ളിൽ വ്യാപരിക്കേണ്ടത് ക്രിസ്തുവിന്റെ ജീവനായിരിക്കണം. ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ വ്യാപരിക്കുന്നവൻ വാതുറന്നാൽ അവൻ ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കും. എനിക്കറിയത്തില്ല, ദൈവശക്തിയുടെ വലിയൊരു വ്യാപാരം ഇന്ന് പകൽ ഈ ആലയത്തിൽ ആത്മാവ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഉള്ളിൽ ആ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് പകൽ വ്യാപരിക്കേണ്ടത് ക്രിസ്തുവിന്റെ ആത്മാവാ, ക്രിസ്തുവിന്റെ ജീവനാണ്, ക്രിസ്തുവിന്റെ ശക്തിയാണ്. ആ ശക്തി, ആ ജീവൻ നിന്നിൽ വ്യാപരിച്ചാൽ ഒരു ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. പെന്തക്കോസ്തുകാരുടെ ഇടയ്ക്ക് പോലും ഫാൻസ് ഉണ്ട്. ഫാൻസ്, മനസ്സിലായോ? FANS, ഫാൻസ്. പലരുടെയും ആരാധകര്. അവര് സംസാരിച്ചതുപോലെ സംസാരിക്കുന്നവർ, അവര് നടക്കുന്നത് പോലെ നടക്കുന്നവർ. സ്തോത്രം. ഫാൻസ് കൾച്ചർ എന്ന് പറയും. എന്നാൽ ഒരു ഫാൻസ് കൾച്ചറും നമുക്ക് വേണ്ട. ദൈവമേ, ആരെയും നിങ്ങൾ ഇന്ന് ആരുടെ പുറകെ നിങ്ങൾ കുറിച്ചിട്ടു, ഇന്ന് ആരുടെ പുറകെ നടക്കുന്നു, ആ വ്യക്തി നാളെ നിങ്ങളെ പുറങ്കാലിന് ചവിട്ടിയില്ലെങ്കിൽ നോക്കിക്കും. ഒരു കുഞ്ഞിൻ്റെയും പുറകെ നടക്കരുത്. നടന്നാൽ ക്രിസ്തുവിൻ്റെ പുറകെ നടക്കണം. ക്രിസ്തു ജീവൻ നിങ്ങളിൽ വ്യാപരിക്കണം. ആരെയും അനുകരിക്കാൻ നിൽക്കരുത്, ആരെയും മാതൃകയാക്കരുത്. ക്രിസ്തുവിനെ മാതൃകയാക്ക്. ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിക്കട്ടെ. അവരെയും ഇവരെയും അനുകരിക്കുന്നുകൊണ്ടല്ലേ പലപ്പോഴും കൈപോലും അടിക്കുവാൻ കഴിയാതെ പോകുന്നത്. എന്നാൽ ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ, പേടമാനെ പോലെ ഇന്നലകളിൽ ഞാൻ ദൈവനാമത്തിന് വേണ്ടി ഓടി നടന്നുവെങ്കിൽ. ഇനി ഒരു കാര്യം കൂടെ ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടെ ദൈവമക്കൾ മനസ്സിലാക്കണം. കർത്താവ് വരുമ്പോൾ 30 വർഷം മുമ്പ് നീ എങ്ങനെ ഓടിയെന്ന് കർത്താവ് ചോദിക്കത്തില്ല. നിങ്ങളുടെ ചരിത്രം കർത്താവിന് കേൾക്കണ്ട. ഇപ്പോൾ പിടിച്ചത് വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുപോവാ. 30 വർഷം മുമ്പേ നീ ഓടിയ ഓട്ടത്തിന്റെ കണക്കോ അതിന്റെ സ്പീഡോമീറ്ററോ ഒന്നും ദൈവത്തിന് വേണ്ടെന്ന്. ദൈവത്തിന് വേണ്ടിയത് ഇപ്പോൾ നീ എങ്ങനെ ഓടുന്നു, ഇപ്പോൾ നീ എങ്ങനെയായിരിക്കുന്നു, ഇപ്പോൾ തന്നെ ആത്മിക താപം എങ്ങനെ ഇരിക്കുന്നു. അതിനനുസരിച്ചാണ് ദൈവം തന്റെ ശക്തി നിന്നിൽ നൽകുന്നത്. അവൻ നിത്യതയിലേക്ക് നിന്നെ ചേർക്കുന്നത്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അടുത്തത് എനിക്ക് വളരെ ചിന്തനീയമായൊരു വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വേഗത്തിൽ വായിക്കാം. ആക്ട്സ് 9:16. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടതകൾ സഹിക്കേണ്ടതാകുന്നു എന്ന്.
ദൈവം എന്ത് കാണിക്കുമെന്നാണ് പറയുന്നത്? മുമ്പേ സ്തോത്രം പറഞ്ഞവർ ഇപ്പോഴും സ്തോത്രം പറയണം. എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. ആരെ കാണിക്കും? പൗലോസിനെ കാണിക്കും. മോനെ പൗലോസേ, നീ ഒത്തിരിയൊക്കെ വിട്ടിട്ടിറങ്ങിയവനല്ലേ? നിന്റെ അപ്പൻ ആരായിരുന്നു? പൗലോസിന്റെ അപ്പനെ കുറിച്ച് പറയുന്നത് ദി എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഷിപ്സ് എന്ന. കപ്പൽ ഉടമയല്ല, കപ്പലുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കപ്പൽ വ്യവസായിയായിരുന്നു. മോനെ, ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് നീ ഇറങ്ങിയതല്ലേ? ആയിക്കോട്ടെ, നീ ഇങ്ങ് പോര്. ഇവിടെ നിനക്ക് ഞാൻ അതിലും അധികം നൽകി നിന്നെ ആദരിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുകയാണെന്നാണോ പറഞ്ഞത്? എൻ്റെ നാമത്തിനു വേണ്ടി നീ അനുഭവിക്കേണ്ട ചില കഷ്ടതകളുണ്ട്. എൻ്റെ നാമത്തിനു വേണ്ടി നീ അനുഭവിക്കേണ്ട ചില നിന്ദകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിന്നെ കാണിക്കുമെന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഈ നാമത്തിൽ കഷ്ടതയുണ്ട്, ഈ നാമത്തിൽ നിന്ദയുണ്ട്, ഈ നാമത്തിൽ അപമാനമുണ്ട്. എന്നാൽ അതൊരു ഭാഗ്യമായി മനസ്സിലാക്കുവാൻ കൃപ ലഭിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത്രയും പറഞ്ഞ ആ ഭാഗം വിടട്ടെ. ഈ അപ്പോസ്തലന്മാർ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്, അതുകൂടെ ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 5:41. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് അവർ പുറപ്പെട്ടു പോയത് എങ്ങനെയാണ്? സന്തോഷിച്ചും കൊണ്ടുപോയി. സ്തോത്രം. ഈ അപമാനവും നിന്നയും മാറ്റിത്തരണമേ എന്നല്ല, കർത്താവേ, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ എന്നെ യോഗ്യനായി അങ്ങ് എണ്ണിയതിനായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പള്ളിയും പള്ളിമേടകളും നിന്നിരുന്ന മതാചാരങ്ങളൊക്കെ വിട്ടിറങ്ങിയിട്ട്, ദൈവമേ, ഇതൊക്കെയാണോ ഞാൻ ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്നത്? നിന്നടത്തു തന്നെ നിന്നാ മതിയായിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഒരു കാരണവശാലും അറിയാതെയാണെങ്കിൽ പോലും നമ്മുടെ വായിൽ നിന്ന് ഈ അബദ്ധ വാക്കുകൾ വരുവാൻ അനുവദിക്കരുത്. ദൈവദാസന്മാരെ പോലെ നമുക്ക് ഇന്ന് പകൽ പറയാം, തിരുനാമത്തിനു വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ ദൈവമേ എന്നെ അങ്ങ് യോഗ്യനായി എണ്ണിയതോർത്ത് ഞാൻ ഇന്ന് പകൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. കഷ്ടത അനുഭവിക്കുവാൻ യോഗ്യമായ നാമമാണ് യേശു കർത്താവിന്റെ നാമം. ഈ അപ്പോസ്തല പ്രവർത്തികൾ തന്നെ 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ചാണ്. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല. എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എനിക്കുള്ളത് എന്താണ്? ആരാ ഈ പറയുന്നത്? പത്രോസ്. എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കുള്ളത് എന്താണ്? നസ്രയനായ യേശുവിന്റെ നാമം. ആ യേശുവിന്റെ നാമം അവന് കൊടുത്തു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ നാമത്തിന് ഞാൻ നൽകുന്ന പേര് അത്ഭുത നാമമാണ്. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കും. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പെന്തക്കോസ്തിൽ ഇന്നും അത്ഭുതം നടക്കും. പെന്തക്കോസ്തിൽ ഇന്നും രോഗസൗഖ്യം നടക്കും. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. യേശു കർത്താവിന്റെ നാമം അത്ഭുത നാമമാണെങ്കിൽ, അത് രോഗികൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്ന നാമമാണെങ്കിൽ, വർഷങ്ങളുടെ പഴക്കം യേശു കർത്താവിന്റെ നാമത്തിനൊരു വിഷയമാണോ? ആണോ? അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മനുഷ്യന് വേദപണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഏകദേശം 40-ൽ പരം പ്രായമുണ്ട്, വയസ്സ് പ്രായമുണ്ട്. പക്ഷെ ഇവൻ എപ്പോൾ മുതൽ മുടന്തനാ? അമ്മയുടെ
ഗർഭം മുതൽ, കർത്താവിന് സ്തോത്രം, വർഷങ്ങൾ പഴക്കമുള്ള രോഗമാണ് അവൻ അനുഭവിക്കുന്നത്. പക്ഷേ പത്രോസ് ഒന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നിനക്ക് തരുവാൻ വെള്ളിയോ പൊന്നോ ഒന്നുമില്ല, എന്നാൽ യേശുവിന്റെ നാമമുണ്ട്, ആ നാമം നിന്നെ എഴുന്നേൽപ്പിക്കും എന്ന് പകൽ ആത്മനിറവിൽ ദൈവസഭയിൽ ഞാൻ പറയുകയാണ്. നാളുകൾ പഴക്കമുള്ള ചില രോഗങ്ങളായിരിക്കാം നിങ്ങൾ ശരീരത്തിൽ പേറിക്കൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധന ഇവിടെ നടക്കുമ്പോൾ യേശു കർത്താവിന്റെ നാമത്തിൽ ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇത് ന്യൂ ജനറേഷൻ സഭകളുടെ മാത്രം കുത്തുകയല്ല രോഗസൗഖ്യം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാപിക്കുന്ന മക്കളുടെ അവകാശമായ ഒന്നാണ് രോഗസൗഖ്യമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നാമം, യേശുവിന്റെ നാമം, ഒരത്ഭുതം ചില കുടുംബങ്ങളിൽ ചെയ്യട്ടെ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങരുത്. യേശുവിന്റെ നാമത്തിൽ തുള്ളിച്ചാടി എഴുന്നേറ്റ ഇവൻ നേരെ പോയത് എവിടേക്കാ? ദേവാലയത്തിലേക്കാ. ഇവിടെ ഈ ആരാധനയിൽ ഇരിക്കുന്നവരിൽ പലരും, മിക്കവരും ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ പ്രാപിച്ചവരാ. നന്മ പ്രാപിക്കുവാൻ വേണ്ടി മാത്രം ദൈവമുഖത്തേക്ക് നോക്കുന്നവരായിരിക്കരുത്. ദൈവം നന്മ നൽകി കഴിഞ്ഞാൽ പിന്നെ പണ്ടിരുന്നിടത്ത് പോയി ഇരിക്കരുത്. ഭയത്തോടെയാ ഇന്ന് മുതൽ ദൈവസഭയെ ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നത്. ദൈവം ഒരു വിടുതൽ നൽകിയ വ്യക്തിയാണ് താങ്കളെങ്കിൽ പണ്ടിരുന്നിടത്തല്ല ഇനി ഇരിക്കേണ്ടത്. പണ്ട് നീ ആലയത്തിന്റെ സ്തോത്രം, ആലയത്തിന്റെ പുറത്ത് ആയിരുന്ന നിന്നെ കനിഞ്ഞ് ദൈവം വിടുവിച്ചു. എന്നാൽ ആ നീ ഇന്ന് ആലയത്തിനകത്താണോ പുറത്താണോ എന്ന് ഒരു നിമിഷം സ്വയശോധന ചെയ്യണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ദൈവസഭയെ ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. നീ ആലയത്തിനകത്ത് നിൽക്കുന്നവനായിരിക്കണം. ആലയത്തിനകത്ത് നിൽക്കുന്നവനായിരിക്കണം. അവിടെയും ഇവിടെയും നിൽക്കുന്ന ഇരുമനസ്സുള്ളവനെ ദൈവം വെറുക്കുന്നു. എനിക്കറിയത്തില്ല ഏതൊരു ദൂത് പറഞ്ഞാലും ഇങ്ങനൊരു ചിന്തയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവന്ന് നിർത്തുകയുള്ളൂ. സ്തോത്രം. പുറത്തു നിന്ന നിന്നെ ദൈവം സൗഖ്യമാക്കിയത്, ദൈവം രക്ഷിച്ചത് അകത്തു വരുവാനാണ്. അകത്തു വരുവാനാണ്. അകത്ത് പേരുണ്ടെങ്കിലും അനുഭവം പുറത്തേതാണ്. അകത്തു നിൽക്കുന്നെങ്കിലും അനുഭവം പുറത്തേതാണെങ്കിൽ ദൈവം നിന്നു പകൽ നിന്നിൽ ദുഃഖിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു മാനസാന്തരത്തിനായി എന്ന് പകരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറ, കർത്താവേ, കർത്താവേ, ദുഷ്ടനോട് അകന്നു നിൽക്കുവാൻ അങ്ങേക്ക് കൃപ ചെയ്യണമേ. ദൈവമക്കളെ, പണം വേണ്ടെന്ന് പറയുന്നില്ല. പണം വേണം. സമ്പത്ത് നിങ്ങൾക്കുണ്ടാകരുതെന്ന് നിങ്ങളുടെ ദൈവദാസനായ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല. നിങ്ങൾക്ക് സമ്പത്തുണ്ടാകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇതൊന്നും നിങ്ങളെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റരുത്. ഇതെല്ലാം ധാരാളം ധാരാളം ജീവിതത്തിൽ അനുഭവിച്ചവനായിരുന്നു ഇയ്യോബ്. എന്നാൽ ഇയ്യോബിന്റെ ചരിത്രം ചരിത്രകാരൻ എഴുതി കുറിച്ചു തുടങ്ങിയപ്പോൾ ചരിത്രകാരൻ എഴുതിയത് ഇങ്ങനെയാണ്: അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. ദൈവം നൽകുന്ന ഭൗതിക നന്മകൾ അനുഭവിക്കുമ്പോൾ തന്നെ ആ നന്മയെ നിർത്തേണ്ടിടത്ത് നിർത്തുവാൻ പഠിച്ചവരാണ് കൃപ പ്രാപിച്ച ദൈവമക്കൾ. നിങ്ങളുടെ പാസ്റ്ററായിരിക്കുന്ന എനിക്കും ദൈവം നന്മ നൽകിയിട്ടുണ്ട്. വീടുണ്ട്, കാറുണ്ട്, വാഹനങ്ങളുണ്ട്.
ഇതൊക്കെ ദൈവം നൽകിയിട്ടുള്ള നന്മയാണ്. പക്ഷേ എന്റെ ആധ്യാത്മികതയെ ഒരിക്കലും മൂടുവാൻ ഈ നന്മയെ ഞാൻ അനുവദിക്കരുത്. ദാസന്മാർ നിൽക്കേണ്ടിടത്ത് നിൽക്കണം. ആരാധനയ്ക്ക് പോകേണ്ടവൻ പോകണം. ഇന്ന് മകൻ ആത്മനിറവിൽ ദൈവസഭയെ ഞാൻ പ്രബോധിപ്പിക്കുമ്പോൾ ആത്മാവിൽ ഓർപ്പിക്കുന്നു, ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചെങ്കിൽ നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണോ? 147 സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം ഇപ്പോൾ ശരിക്കും ഓർക്കുന്നില്ല. സന്ദർഭോചിതമായ ആ വാക്യം എൻ്റെ നാവിൽ വന്നതാണ്. നിങ്ങൾ ആരെങ്കിലും എടുത്തെങ്കിൽ ആ വാക്യം വേഗത്തിലൊന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. അവൻ അകത്ത് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച്, അങ്ങനെ വാക്യമുണ്ടല്ലോ 147 സംഖ്യ. യെസ്, അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം അനുഗ്രഹം എവിടെയാ? അകത്ത. അകത്ത് നിൽക്കേണ്ടവൻ അകത്ത് നിൽക്കണം. അകത്തും പുറത്തും കൂടെ കാല് വെക്കരുത്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അനുഭവത്തിൽ പോകരുത്. നീ അകത്ത് നിന്നാൽ നിനക്ക് അനുഗ്രഹമുണ്ട്. ഈ പാസ്റ്റർ എന്ത് അനുഗ്രഹമായി പറഞ്ഞു വരുന്നത്? അനുഗ്രഹം ആരംഭത്തിൽ തന്നെ പറഞ്ഞായിരുന്നല്ലോ. അവസാനത്തെ വാക്യം ഓർമ്മയുണ്ടോ? ശക്തിയും സമാധാനവും. പണമില്ലെങ്കിലും ശക്തിയും സമാധാനവും ഉണ്ടെങ്കിൽ നീ ജീവിതത്തിൽ വിജയിച്ചു. നീ സമ്പന്നനാണ്, ബഹുസമ്പന്നനാണ്. അതുകൊണ്ട് കർത്താവേ, അകത്ത് നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണം. പേരൊക്കെ നല്ല പേരാ, സുന്ദരം എന്നൊക്കെയാ പേര്. സുന്ദരം ആരുടെ പേരാ? ആലയത്തിൻ്റെ പേര്. പക്ഷെ ഇത്രയും നാളും ഇരുന്നത് ഈ സുന്ദരത്തിൻ്റെ പുറത്താ. പക്ഷെ സുന്ദരത്തിൻ്റെ പുറത്ത് ദൈവം ചിലരെ അയച്ചു. അവർ വന്നതുകൊണ്ട് നീ സുന്ദരത്തിനകത്ത് കയറി. പക്ഷെ സുന്ദരത്തിനകത്ത് കയറിയെങ്കിലും ഇന്നും നിന്റെ നോട്ടവും ഇരിപ്പും പണ്ട് ഇരുന്നിടത്തേക്കാണെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സുന്ദരത്തിന് പുറത്തു പോകേണ്ടി വരും. അതിനിടവരാതെ വണ്ണം ഇന്ന് പകൽ ഭയത്തോടെ ദൈവത്തോട് പറ, കർത്താവേ, എന്റെ കണ്ണ് അങ്ങയിൽ മാത്രമായിരിക്കട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ദൈവമുഖത്തേക്ക് നമുക്ക് ഒരു നിമിഷം ഒന്ന് നോക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമം ഇത് അത്ഭുത നാമമാണ്. ഈ നാമം അത്ഭുതങ്ങൾ ചെയ്യുന്ന നാമമാണ്. ഈ നാമം ജീവൻ നൽകുന്ന നാമമാണ്. ഏത് ജീവൻ? ഇവിടെയുള്ള ഏതെങ്കിലും ജീവനല്ല, ക്രിസ്തുവിൻ്റെ ജീവൻ നിന്നിൽ പകരുന്ന നാമമാണ്. ഈ നാമം ഇന്നലകളിൽ നിങ്ങൾ പ്രയോജനപ്പെട്ടതുപോലെ ഇനിയും പ്രയോജനപ്പെടത്തക്കവണ്ണം നിങ്ങളിലേക്ക് ഇന്ന് പകൽ ഈ ജീവൻ ഒഴിക്കുന്ന പകരുന്ന നാമമാണ്, ശക്തിയാണ്. ഈ നാമം ആരാധ്യ നാമമാണ്. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചോ? എല്ലാവരും പ്രാർത്ഥിക്കാം. ഈ അത്ഭുത നാമം ഒരു രോഗസൗഖ്യം ഇന്ന് പകൽ ചിലരിൽ നൽകട്ടെ. നമ്മുടെ ആരാധനകളിലൊക്കെ പണ്ട് അത് നടക്കുമായിരുന്നു. ഇന്നും നടക്കണം, നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഇതൊരു അത്ഭുത നാമമാണ്. പക്ഷേ ഇന്നലകളിൽ ചിലത് പ്രാപിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ ഇരിപ്പ് എങ്ങനെ ആയിരിക്കുന്നു എന്നും കൂടെ ഒന്ന് സ്വയശോധന ചെയ്യണം. പുറത്തുനിന്ന് അകത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നിന്റെ കണ്ണ് പുറത്തേക്കാണെങ്കിൽ ശബര ഹസ്തരാധന സഹോദര, വളരെ അപകടകരമായൊരു നിലയിലേക്ക് താങ്കൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടവരരുത്. പറ, കർത്താവേ, എൻ്റെ കണ്ണ് അങ്ങയിലേക്ക് മാത്രമായിരിക്കട്ടെ. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ മുഖത്തേക്ക് എന്ന വണ്ണം ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ നല്ല യജമാനനായ അങ്ങയിലേക്ക് മാത്രം ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങ് നൽകുന്നുണ്ട്, അതിനിയും നൽകും. എന്നാൽ ഞങ്ങളുടെ കണ്ണ് ആരുടെയും കയ്യിലേക്കല്ല, അങ്ങയുടെ മുഖത്തേക്കായിരിക്കട്ടെ. അതിന് ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ അപ്രകാരം ഒരുക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ.
അതിനാൽ കർത്താവിനെ ആസ്വദിക്കട്ടെ. No scheme of man can ever pluck me from His hand till He returns or calls me home. Here in the power of Christ I'll stand.